ഒരാഴ്ച മുൻപാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ തെക്കൻ ദക്ഷിണ ചൈന കടലിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത്. ഇറാനിലെ ഏതു മേഖലയെയും ആക്രമിക്കാൻ ശേഷിയുള്ള ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച ആർലി ബർഗ് ക്ലാസ് ഡിസ്ട്രോയറുകൾ ഉൾപ്പെടുന്നവയാണ് അവ. 12 ദിന യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്ക ഉപയോഗിച്ചതും ഇതേ ടോമഹോക്ക് മിസൈലുകളായിരുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം 50,000 സൈനികരാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയ്ക്കുള്ളത്. കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിന്റെ കണക്കനുസരിച്ച് മേഖലയിൽ കുറഞ്ഞത് 19 സ്ഥലങ്ങളിലെങ്കിലും സ്ഥിരവും താൽക്കാലികവുമായ സൈനിക സൈറ്റുകളുടെ താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. ഇതിൽ 8 സ്ഥിര താവളങ്ങളുള്ളത് ബഹ്റൈൻ, ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലാണ്. അതേസമയം അമേരിക്കയുടെ നീക്കങ്ങളോട് കടുത്ത ഭാഷയിലാണ് ഇറാനും പ്രതികരിക്കുന്നത്. തങ്ങൾക്കെതിരെ ഏതെങ്കിലും സൈനിക നീക്കം നടത്തിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ മുഴുവൻ സൈനിക താവളങ്ങളെയും ഇസ്രായേലിനെയും ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രിഗറുകളിൽ വിരൽ വെച്ചാണ് നിൽപ്പ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റായ കണക്കുകൂട്ടലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചോളാൻ അമേരിക്ക ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാൻ. ആക്രമണമുണ്ടായാൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേലും നടത്തി വരികയാണ്. അതേസമയം ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാഖ്, ജോർദാൻ, സൗദി, UAE എന്നീ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്ന് റഷ്യൻ വിശകലന വിദഗ്ധൻ എവ്ജെനി ഒഗോറോഡ്നിക്കോവ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ആഗോള എണ്ണ വിപണിയുടെ ചലനങ്ങൾ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയുന്നതാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.